ഹായ് നമസ്കാരം, ദാസേട്ടനാണ് ബ്ലോക്ക് ബസ്റ്റ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ പൂരപ്പറമ്പിന് തൊട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ബാക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരും ഉപചാരം ചൊല്ലിപ്പിരിയുന്ന സമയം ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ വെടിക്കെട്ടുണ്ടായിരിക്കും. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ഒരു സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂരം ഏകദേശം കഴിയാറ്, ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിന് ശേഷം ചെറിയ വെടിക്കെട്ടും. അപ്പോൾ ആ അവസരത്തിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ കുടമാറ്റം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇങ്ങനെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുലർച്ചെ വെടിക്കെട്ടിന് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് സാമ്പിൾ വെടിക്കെട്ട് അതിഗംഭീരമായുള്ള സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിന് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 3 മണിക്ക് കഴിഞ്ഞപ്പോൾ കുറേ ഫോണുകൾ വന്നു തുടങ്ങി എനിക്ക്. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കുമ്പോൾ കുറേ പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണേ, ആസട്ട് എന്താ പ്രശ്നം ഉണ്ടായത്, വെടിക്കെട്ട് ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്താ കാര്യം എന്നൊന്നും അറിഞ്ഞില്ല. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. കുറേ ഫോണുകൾ വന്നു. സൈലൻറ്റ് മോഡിൽ ഇട്ടത് കൊണ്ട് അതൊന്നും എടുത്തൂല. അങ്ങനെ നേരം വിളിച്ചായി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ തിരുവമ്പാടിക്കാരുടെ മഠത്തിൽ വരവിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആനകളെ പോലീസ് തടയുകയോ മറ്റോ ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തിരുവമ്പാടി വിഭാഗക്കാർ അവരുടെ പന്തൽ ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു ആനയായിട്ട് ചടങ്ങ് മാത്രം നടത്തി. അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ വെടിക്കെട്ട് അവർ നിർത്തിവെച്ചു. അതിന് ശേഷം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും വന്ന് ഇപ്പോൾ രാജനും അതുപോലെ തന്നെ മന്ത്രി രാജനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ വന്ന് ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാവിലെയാണ് വെടിക്കെട്ട് ഉണ്ടായത്. നേരം വെളുത്ത് 7 മണി 7:30 ആയപ്പോഴാണ് വെടിക്കെട്ട് നടന്നത്. അപ്പോൾ വെടിക്കെട്ട് നടന്നത് എന്ന് പറയുമ്പോൾ ഇത്രയധികം ജനങ്ങൾ, നാനാഭാഗത്തുനിന്ന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തൃശ്ശൂർ പൂരത്തിന് വരുന്നത്. ഇവരൊക്കെ അത്രമാത്രം, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫോറിനേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെല്ലാവരും വരുന്നത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. കുടമാറ്റമായിക്കോട്ടെ അല്ലെങ്കിൽ വെടിക്കെട്ട, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള, പുറമെന്ന് വരുന്നവർക്ക് താല്പര്യമുള്ള വിഷയം. അതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും ആയിരങ്ങളും ചിലവാക്കിയിട്ടാണ് ആളുകൾ റൂം ഈ ഭാഗത്തുള്ള ഒരുവിധം എല്ലാ ഹോട്ടലിലും അത്രയധികം ഡബിളും ത്രിബിളൊക്കെ ചാർജൊക്കെ കൊടുത്തിട്ടാണ് ഇവർ റൂം എടുത്ത് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ, ഒരു വിഷയത്തിൻ്റെ പേരിൽ പൂരത്തിൻ്റെ ശോഭ 2024 ശോഭ കളഞ്ഞതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇവിടെ രാഷ്ട്രീയമാണോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നും നമുക്ക് പറയാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് ചേതോവികാരം എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതിന് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കുക. ഇതിൽ തുടക്കം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു കുടമാറ്റത്തിൽ ശ്രീരാമൻ്റെ കൊട പ്രദർശനം തുടങ്ങിയപ്പോൾ തൊട്ടതാണ് പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ കൗൺസിലർ മഹേഷ്, പഴയ കൗൺസിലർ മഹേഷ്, ചെമ്പൂക്കാവിൻ ഡിവിഷൻ്റെ കൗൺസിലർ മഹേഷായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇത് പൂരത്തിനെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തൃശ്ശൂർ പൂരം അതിൻ്റേതായ ശോഭയോടുകൂടെ തന്നെ നടന്നിരിക്കും എന്ന് തൃശ്ശൂർ പൂരപ്രേമി എന്ന രീതിയിൽ ഞാൻ പറയുന്നു. ഓക്കെ.